ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോയമ്പിൻ്റെ 7-ാം രാവിലെ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും പേർക്ക് ദേവാലയത്തിൽ വരുന്നതിൽ ലഭിച്ച അവസരത്തെ ഓർത്ത് നന്ദിഹൃദയത്തോടെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനമായിട്ട് നിൽക്കാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് നന്ദിഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി എവൻഗേലിയോനായിട്ട് വായിച്ച ഭാഗത്തെ അവസാന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-34-35 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. ഒരു വാക്ക് പ്രാർത്ഥന. സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, സർവ്വസ്വപിതാവേ, ദൈവമേ, ശനിയാഴ്ച വൈകുന്നേരത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ വചനം പഠിക്കുന്നതിന്, ദൈവമേ, കേൾക്കുന്നതിനൊക്കെ ലഭിക്കുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇത് ഗ്രഹിക്കുന്നതിന് ദൈവമേ കേൾക്കുന്നവർക്ക് ഇത് ദൈവമേ തേനിലേക്കാളും തേൽക്കെട്ടേക്കാളും മനോഹരമായ വചനമായി തീരാൻ സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഏഴടിനെ അനുഗ്രഹിക്കണമേ. ദൈവമേ, വിക്കനായ മോശ ശക്തനാക്കി ദൈവമേ, ദൈവൻ്റെ നാവോടുകൂടി ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. സകലം എടുത്ത പ്രിയത്വം രക്ഷനാവുന്ന യേശുനാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുമാറാണമേ. അമ്മയും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തെ വ്യാഖ്യാനിക്കാവുന്ന ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടുവരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രതികരണമാണ് നമ്മളിവിടെ കേട്ടത്. ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് സംസാരിക്കുന്നവരുണ്ട്. എന്നാൽ നോയമ്പുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്നത്തെ എവൻഗേലിയോൻ എന്ന് പറയുന്ന ഒരു ഭാഗം തീർച്ചയായിട്ടും വളരെ അർത്ഥവത്തായ ഒരു വ്യാഖ്യാനത്തിലൂടെ നമുക്ക് കൊണ്ടുവരുന്നതായ ആവശ്യത്തിലേക്കാണ് തീർച്ചയായിട്ടും എവൻഗേലിയോൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് 7-ാമത്തെ രാവിലെ ക്രിസ്തുവിശ്വാസികളായി ലോകത്ത് ഉടനീളം 50 നോയമ്പിൻ്റെ ആദ്യത്തെ 7-ാമത്തെ രാവ് കൊണ്ടാടുകയാണ്. നമ്മൾ നിക്ഷിപ്തമായ കർത്തവ്യങ്ങൾ ലോകത്തിലേക്ക് വചനത്തിൻ്റെ, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ, ഭക്ഷണത്തിലെ ഉപ്പ് പോലെ, ഇരുളിലെ പ്രകാശം പോലെ ലോകത്തിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രത്യേകിച്ച് ഓരോ മർത്തോമ വിശ്വാസിയും അവരവരുടെ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ ലോകത്ത് ആകമാനം ക്രിസ്ത്യ വിശ്വാസികൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഓരോ മർത്തോമക്കാരനും ഓരോ സുവിശേഷകരായി ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ. നമ്മുടെ വിശ്വാസം ഇപ്പോഴ് എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് വിചിന്തനം ചെയ്യേണ്ട ഒരർത്ഥത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു അമ്മയും സഹോദരങ്ങളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ സഹോദരങ്ങളും ഉണ്ടായിരുന്നു അവിടെ വിളയിലായിട്ട്. അമ്മയും സഹോദരങ്ങളും വെളിയിൽ നിൽക്കുമ്പോഴാണ് ആ കൂടിയിരിക്കുന്ന സദസ്സിന് ഉള്ളിലേക്ക് വന്ന് അവിടെ യേശുവിൻ്റെ അടുത്തുള്ള ശിഷ്യന്മാരായിരിക്കണം യേശുവിനോട് ഇത് പറഞ്ഞത്. അപ്പോൾ യേശുവിൻ്റെ പ്രതികരണത്തിൽ അക്ഷരാർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ചിന്താഗതി വരാമെങ്കിലും സത്യത്തിൽ അത് ഒരു നിയോഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു വാക്യമായിട്ട് വേണം കരുതാൻ. അമ്മയും സഹോദരങ്ങളുമായുള്ള ബന്ധത്തെ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പഠിപ്പിക്കലായിട്ടല്ല, മറിച്ച് ദൈവിക പ്രവർത്തനങ്ങളിലേക്കുള്ള സമൂഹത്തെയും കുടുംബത്തെയും ഒരുമിച്ച് ഇഴചേർക്കുന്നതായ അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനമായി, അല്ലെ ഒരു തുടക്കമായിട്ട് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ഈ പരിശുദ്ധയുടെ സമയത്തുള്ള പ്രതികരണത്തെ നമുക്ക് കാണുവാൻ കഴിയും. തീർച്ചയായിട്ടും അതിൽ അർത്ഥമാക്കുന്നുണ്ട് താനും. കാരണം അമ്മയും സഹോദരങ്ങളുമായി അത്രയും നാൾ 30 വർഷക്കാലം നീണ്ട 32 വർഷക്കാലം ജീവിച്ച ക്രിസ്തു ഒരിക്കലും അവരെ മാറ്റി നിർത്തുവാൻ ആഗ്രഹിക്കുന്ന അർത്ഥത്തിലായിരിക്കില്ല ഇത് ഉന്നയിച്ചത്. മറിച്ച് തുടർന്നുള്ളതായ നിയോഗ ശുശ്രൂഷയിൽ സഹോദരങ്ങളും അമ്മയും എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത വ്യക്തികളായി തൻ്റെ അടുത്തിരുന്ന പുരുഷാരത്തെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അത് ഒരു സഭയുടെ തുടക്കമാണ്.
അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകളെ ഒരു നിയോഗ ശുശ്രൂഷയിലേക്ക് നയിക്കുന്നതിൻ്റെ ഒരു തുടക്കമാണ്. അതിൽ ഒന്നാമതായി നമുക്ക് സമൂഹത്തിൻ്റെ ഒരു കൂട്ടു ഉത്തരവാദിത്തത്തെക്കുറിച്ച് വേണം നമുക്കതിൽ ചിന്തിക്കാനുള്ളത്. സമൂഹത്തിൻ്റെ ഒരു കൂട്ടുത്തരവാദിത്വം. 1 കൊരിന്ത്യർ 3:9 ഇങ്ങനെ കാണുന്നു: ഞങ്ങൾ ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം, ഇവയുടെ വിചാരകർ. എന്താണ് ഒരു കൃഷിയെക്കുറിച്ച് ഇവിടെ ഉന്നയിക്കുന്നതിനുള്ള കാര്യം? പല സ്ഥലങ്ങളിലും കൃഷി എന്ന് പറയുന്നത് പഴയ കാലത്ത് വേദോസ്തത്തിലുടനീളം നമ്മൾ കേൾക്കുന്ന ഒന്നാണ്. യോഗ്യമായ മണ്ണിൽ കൃത്യമായ രീതിയിൽ വളക്കൂറും അതുപോലെ തന്നെ വെള്ളവും അതിനാവശ്യമായ വായുവും ഉണ്ടെങ്കിൽ കൃത്യമായി കൃഷി നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മളത് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് യോഗ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിൻ്റെ ഒരു ഫലപ്രാപ്തി വരണമെങ്കിൽ ഏതാണ്ട് 1 വർഷം വരെ കഴിയണം. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നവരാണ്. ഒരു വാഴക്കുല അത് പാകമായി വെട്ടണമെങ്കിൽ ഏത്തക്കുലയൊക്കെ ആണെങ്കിൽ 1 വർഷം നമ്മൾ അതിൻ്റെ വേണ്ടുന്നതായ പരിചരണം നടത്തിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് യോഗ്യമായിട്ടുള്ള ഒരു ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ആ സമയത്ത് നമ്മളതിൻ്റെ ആ ഫലം എടുക്കുന്നുവെങ്കിലും അതിനു മുൻപ് അതിനുവേണ്ടി പ്രയത്നിച്ച എത്രയോ കരങ്ങൾ അതിന് പിന്നിലുണ്ടാകും. ഒരു കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ആ ശ്രദ്ധ, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഇഴുകിച്ചേരുന്ന ഓരോ വ്യക്തികളും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആ പ്രയത്നങ്ങൾ എത്ര വലുതാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസരമാണ്. കൊരിന്ത്യ സഭയിലെ പടലപ്പിണക്കങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി ക്രിസ്തു ഒരു ജ്ഞാപകം കൊടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് വായിക്കാൻ കഴിയും. പരസ്പരം ഉള്ളതായ കിടമത്സരങ്ങളും ഉള്ളിലുള്ളതായ അസ്വാരസ്യങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായ ഒരു വ്യാഖ്യാനം അവിടെ നൽകുന്നതായിട്ട് കാണും. പൗലോസ് അപ്പോസ്തലൻ കൃഷികളിൽ വ്യാപൃതനായി മുന്നോട്ട് പോവുകയും ധാരാളം കൃഷികൾ നോക്കുകയും അപ്പല്യോസ് ആ കൃഷികൾക്കൊക്കെ കൃത്യമായി ജലമൊക്കെ ഒഴിച്ച് കൃത്യമായി സംരക്ഷിക്കുകയും ചെയ്ത് വളർത്തുകയും ചെയ്തു. അങ്ങനെ വളർന്നു വരുമ്പോൾ അവർ തമ്മിൽ പല കാര്യങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തതായിട്ട് ഇതിനകത്ത് കാണുന്നു. ദൈവസന്നിധിയിൽ അവർ കലഹിക്കുന്നതായ രീതിയിൽ ഉള്ളതായ പ്രതികരണങ്ങൾ കണ്ടതിന് ശേഷം ദൈവം ഇങ്ങനെയാണ് അവരോട് പറഞ്ഞത്: നിങ്ങൾ രണ്ടും ഇതിൽ ആരാണ്? ഇതെങ്ങനെ വളർന്നു വന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കരുണ ഇല്ല എങ്കിൽ ഇത് വളരുമോ അതോ വരളുമോ? ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും അവർ ബോധവാന്മാരായിരുന്നില്ല. അവരെ ശാസിക്കുകയാണ് ചെയ്തത്. ശാസിച്ചുകൊണ്ട് ഇതിനെ പോറ്റി പുലർത്തിയ ദൈവത്തിൻ്റെ അളവറ്റ ദാനങ്ങളെ നിങ്ങൾ മറന്നുപോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ഏറ്റെടുത്തതായ കർത്തവ്യങ്ങൾ നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവമാണ് അതിനെ പോറ്റി പുലർത്തി ഇത്രയുമാക്കിയത്. അതാണ് നിങ്ങൾ മറന്നുപോയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പല്യോസിനെയും പൗലോസിനെയും അവിടെ ശാസിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ദൈവം അതിനെ വളരുമാറാക്കി. അപ്പല്യോസ് അതിനെ നനച്ചു, പൗലോസ് അതിൻ്റെ കൃത്യമായ നാമ്പുകളെ മുളപ്പിക്കുന്നതിന് ഇടയാക്കി. ഇവരെല്ലാം കൂടി ഒരുമിച്ചുള്ളതായ ഒരു കൂട്ടു ഉത്തരവാദിത്വം പൂർണ്ണമായപ്പോൾ പൂർണ്ണമായ ആ കൃഷി അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തി. കൂട്ടുത്തരവാദിത്വങ്ങൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ്. പിന്നീട് അവിടെ പറയുന്നത് ഒരു ഗൃഹനിർമ്മാണത്തെക്കുറിച്ചാണ്. ഗൃഹനിർമ്മാണം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമുക്കറിയാം, അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഒടുക്കം വരെ എത്രയോ കാര്യങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിക്കേണ്ടി വരും. ഗൃഹനിർമ്മാണത്തിൽ വ്യാപൃതരാകുന്ന എല്ലാ വ്യക്തികളുടെയും ശ്രമങ്ങൾ ഓരോന്നും ഇരിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി ഇരുന്നെങ്കിൽ മാത്രമേ ആ ഒരു സൃഷ്ടി പൂർണ്ണമാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു എഞ്ചിനീയറിൻ്റെ ഒരു യുക്തി, അതിൻ്റെ ആ ഒരു ഡ്രോയിങ്, ഇതെല്ലാം കൂടി ഒരുമിച്ചായെങ്കിൽ മാത്രമേ ഒരുപക്ഷെ ഇപ്പോഴത്തെ രീതിയിലുള്ളതായ സൃഷ്ടികൾ ഉണ്ടാകുകയുള്ളൂ. പണ്ട് അങ്ങനെ ഒരു എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകളോ ഇല്ലെങ്കിൽ പോലും നമ്മൾ ആശ്ചര്യപ്പെടുന്നതായ രീതിയിലുള്ളതായ ദേവാലയങ്ങളും സൃഷ്ടികളും ഒക്കെ നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും വളരെ അന്നത്തെ അത്ര നൂതനമല്ലാത്ത ആശയങ്ങളിലൂടെയാണ് ഇവയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എന്നാൽ അവയുടെ പിന്നിലും
വ്യാപരിക്കുന്നതായ ദൈവികമായ കൃപ വളരെ അധികമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തെ മറഞ്ഞ ശേഷം അത് ചെയ്ത ആളുകൾക്ക് അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞ് അവർക്ക് പൂർണ്ണ പ്രാപ്തിയിൽ എത്താൻ കഴിയാത്ത അനുഭവങ്ങൾ നമുക്ക് വേദോസ്തത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം കഴിവുകളെയും കരവിരുതുകളെയും മാത്രം ആശ്രയിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിനു വേണ്ടിയിട്ട് കൂടുതൽ ആഗ്രഹിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ദൈവവിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയപ്പോൾ പലപ്പോഴും നമ്മൾ ഫലപ്രാപ്തിയിൽ എത്താൻ കഴിയാത്ത അവസ്ഥയിലായില്ലേ എന്ന് നമ്മൾ ഉള്ളിലോട്ടൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം എപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം കഴിവിൽ അഹങ്കരിക്കുന്നവരാണ് പലപ്പോഴും. അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ ഞാനെന്ന ഭാവത്തിലേക്ക്, അഹംഭാവത്തിലേക്ക് മാറുമ്പോഴാണ് പലപ്പോഴും ദൈവത്തിൽ നിന്നുള്ള ചിന്തകളിൽ നിന്ന് മാറിപ്പോകുന്നത്. അത് എപ്പോഴും നമ്മൾ യഥാസ്ഥാനപ്പെടുത്തേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. മൈക്കിൾ ആഞ്ചലോ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു കലാകാരൻ റോമിലെ പ്രശസ്തമായ ദേവാലയത്തിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി നടത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ യുവാവായ ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ഈ സൃഷ്ടികളിലൊക്കെ വളരെയധികം ആരാധനയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മൈക്കിളാഞ്ചലോ അടുത്തേക്ക് വന്ന്, എനിക്ക് ഇതിലൊന്ന് സഹകരിക്കണം, ഇതിലേതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വേണമെങ്കിൽ എനിക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യുന്നതിനുള്ളൊരു അവസരം തരണം, അതല്ല അതിനെന്നെ അനുവദിച്ചില്ല എങ്കിൽ ആ ബ്രഷുകളൊക്കെ ഒന്ന് പറക്കി തരുന്നതിനുള്ള ഒരു അനുവാദം എനിക്ക് തരണം, അതല്ല എങ്കിൽ ആ താങ്കൾ കൂട്ടിവെച്ചതായ പെയിൻറ്റുകൾ കൃത്യമായി ആ ബ്രഷിലൊന്ന് മുക്കി അങ്ങേക്ക് തരുന്നതിനുള്ളതായ ഒരു അവസരം എനിക്ക് തരണം, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്കുള്ള അവസരം എനിക്ക് തരണം എന്ന് ആ യുവാവ് ധാരാളമായി ആഗ്രഹിച്ചു. ആ യുവാവിൻ്റെ ആഗ്രഹപ്രകാരം ആ ബ്രഷ് എടുക്കുന്നതിനും അത്യാവശ്യം അതിനെ പാകപ്പെടുത്തി, അന്നൊക്കെ മെക്കാനിക്കലായിട്ടുള്ള ബ്രഷുകളൊക്കെയാണ്, അതൊക്കെ പാകപ്പെടുത്തി എടുക്കണം, അതിനുള്ള ആശയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അത് പാകപ്പെടുത്തി കൊടുക്കുന്നതിനുള്ളതായ ആ ഒരു ചുമതല ആ യുവാവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് മൈക്കിൾ ആഞ്ചലോ. അതുവഴി ആ യുവാവിന് ലഭിച്ചതായ ആ ചാരിതാർത്ഥ്യം, അല്ലെങ്കിൽ വിശ്വവിഖ്യാതനായ ഒരു കലാകാരനെ സഹായിക്കുന്നതിന് താൻ ആഗ്രഹിച്ച പ്രകാരം കിട്ടിയതായ ഒരു അവസരം വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ആ യുവാവ് ഏറ്റെടുത്ത് ചെയ്തത്. അങ്ങനെ അത്ര വലുതൊന്നും അല്ലെങ്കിൽ പോലും ഒരു കലാകാരനും അദ്ദേഹത്തെ പോലെ തന്നെ ഒരു നല്ലൊരു പെയിൻറ്ററും ആയിത്തീരുവാൻ ഈ യുവാവിന് കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വീട് പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കുന്നു. കർത്താവിൻ്റെ സഹായം ഏത് പ്രവർത്തനത്തിലും ഉണ്ടെങ്കിൽ എത്ര തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയാണെങ്കിലും നമുക്ക് ഏറ്റവും മുൻപന്തിയിലേക്ക് വരുന്നതിനുള്ള അവസരങ്ങൾ അവൻ ഒരുക്കിത്തരും. തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ളതായ അവസരങ്ങൾ നമുക്ക് തന്നില്ലേ? വളരെ ശോഷിച്ച അവസ്ഥയിലായിരുന്ന നമ്മുടെ ദേവാലയവും നമ്മുടെ അങ്കണവും ഒക്കെ ഇവിടെ ഇരിക്കുന്ന അവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ പൂർവികർ ഇതിനു വേണ്ടിയിട്ട് ഒഴുകിയതായ കണ്ണുനീരുകൾ ഇവിടെ വീണിട്ടില്ലേ? അതുപോലെയുള്ള കണ്ണുനീരുകൾ ഇപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന് ഇവിടെ വീഴുന്നുണ്ടോ? നമ്മുടെ എത്ര കണ്ട് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിങ്കൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫലപ്രാപ്തി ഉണ്ടാകും. തീർച്ചയായിട്ടും ഇന്ന് ഇരിക്കുന്ന ഈ ചെറുകൂട്ടം അല്ലെങ്കിൽ നാളെ വരുന്ന ഒരു വലിയ കൂട്ടം മുൻ തലമുറയുടെ ഒരു സൃഷ്ടിയല്ലേ? അവർ നമ്മളിൽ പകർന്നു തന്നതായ സ്നേഹത്തിൻ്റെ ദൈവികമായ അംശം കാത്തു സൂക്ഷിച്ചതിൻ്റെ, ആ കണ്ണുനീര് വീണതിൻ്റെ ആ ഒരു ഫലപ്രാപ്തി അല്ലേ സത്യത്തിൽ ആ ഫ്രൂട്ടായിട്ട് നമ്മളിപ്പോഴും നാളെ കാണുന്നത്? അല്ലെങ്കിൽ നാളെ ഇരിക്കുന്നതായ ആ ഒരു ദൈവികമായ അംശത്തിലെ ആ കൂട്ടായ്മ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇവിടെ പ്രാർത്ഥിച്ച് വീണ ആ കണ്ണുനീരിൻ്റെ ഫലമല്ലേ? നമ്മളിന്ന് അനുഭവിക്കുന്നതായ ഈ സുഖസൗകര്യങ്ങൾ, പണ്ട് 3-4 ഫാനുള്ള ഈ ഒരു ആലയത്തിൽ ഇപ്പോഴിതിനകത്ത് ഒരു 38 ഫാനാണ് കറങ്ങുന്നത് നമുക്ക് മുകളിലായിട്ട്. പ്രകാശപൂരിതമാണ്. പണ്ട് ചെറിയ 2-3 ലൈറ്റുകളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ദേവാലയത്തിൻ്റെ സൈഡുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന രീതിയിലുള്ള അവസ്ഥകൾ വരെ പണ്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞത്. അന്നേരം നമ്മൾ നമ്മുടെ യഥാർത്ഥ അംശത്തിൽ നിന്നും പിന്നിലോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉള്ളിലേക്ക് ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത തലമുറയെ നോക്കി നമ്മൾ വ്യാകുലപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കരയുന്ന ഒരു തലമുറയായി മാറിയില്ല എങ്കിൽ അടുത്ത തലമുറ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ആരെയാണ് കുറ്റം പറയുന്നത്? നമുക്ക് ആരെ കുറ്റം പറയാൻ കഴിയും? കഴിഞ്ഞ തലമുറ നമ്മളെ ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയെ ഇതുപോലെ ഇരുത്തുവാൻ സന്നദ്ധരാവേണ്ട, അല്ലെങ്കിൽ
കണ്ണീരോടെ പ്രാർത്ഥിച്ച് തലമുറയെ ഇരുത്തേണ്ട യുവാക്കളും യുവതികളുമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അടുത്ത തലമുറ ഇവിടെ നമ്മളോടുകൂടെ ഇരിക്കുന്നില്ല എങ്കിൽ ആരെയാണ് കുറ്റം പറയുന്നത്? അയൽവക്കക്കാരനെ കുറ്റം പറയാൻ നോക്കൂ? പുനലൂർ ജീവിക്കുന്ന ആളുടെ കുറ്റം പറയാൻ നോക്കൂ? ഇവിടെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറ നമ്മളോടൊപ്പം ഇല്ല എങ്കിൽ അതിന് പോരായ്മ നമ്മുടെ തന്നെ കയ്യിൽ നിന്ന് പോയ അപജയം ആണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കും. പിതാവായ ദൈവം തോട്ടക്കാരനും ക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയുമാണ്. വിശ്വാസികൾ കൊമ്പുകളും ആയിരിക്കണം. വിശ്വാസികൾ നല്ല കൊമ്പുകളായിരുന്നു കൊണ്ട് ഇലകളെ പൊഴിക്കാതെ നല്ല രീതിയിൽ നമ്മൾ പരിപാലിച്ചെങ്കിൽ മാത്രമേ നല്ല കായ്ഫലങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഈ നല്ല കായ്ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ കർത്തവ്യങ്ങൾ നമ്മൾ നിറവേറ്റേണ്ടിയിരിക്കുന്നു. നല്ല ഒരു ഫലം ഉണ്ടാകണമെങ്കിൽ നല്ല ഒരു ഇല വേണം, നല്ല ഒരു തണ്ട് വേണം. ഇവയെ സംരക്ഷിക്കണം. ഇത് പൂർണ്ണമായി നമ്മുടെ ഉള്ളിലേക്ക് പേറിക്കൊണ്ട് സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി കുടുംബങ്ങളുടെ ഒരു കെട്ടുറപ്പിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ ദൈവം പരമേൽപ്പിച്ചതായ കർത്തവ്യങ്ങൾ നമുക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ, അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കെട്ടുറപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ്. കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ നല്ല മാതൃകകളാകണം കണ്ടു വളരേണ്ടത്. അല്ലാതെ അവരെ നമ്മൾ ചില കാര്യങ്ങളിൽ നന്നായിട്ട് അഭ്യസിപ്പിക്കും. ചില കാര്യങ്ങൾ വരുമ്പോൾ കുടുംബത്തിൽ തന്നെ നമ്മൾ അവരുടെ മുമ്പിൽ ചില കൊച്ചു കള്ളങ്ങൾ പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് ഒരുപക്ഷെ ആദ്യം ചോദിക്കും, അമ്മ പറഞ്ഞത് തെറ്റല്ലേ, മിണ്ടായി. അത് പറഞ്ഞതോടുകൂടി അവൻ കള്ളം പറയാൻ പഠിക്കുകയാണ്. ചില കാര്യങ്ങളിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയുന്നതായ കള്ളങ്ങൾ നമ്മൾ തന്നെ പഠിപ്പിച്ച് ആണ് അവനെ പ്രാപ്തനാക്കിയത്. ആ കള്ളം നമ്മളിൽ നിന്ന് പഠിച്ചതാണ്. അവൻ ഒരു വെള്ളക്കടലാസിലെ പോലെ പരിശുദ്ധമായ അവൻ്റെ ആ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ കള്ളത്തിൻ്റെ അംശം ആദ്യമായിട്ട് ഒരുപക്ഷെ അമ്മയായിരിക്കാം അങ്ങനെ ചെയ്തു കൊടുത്തത്, അല്ലെ അപ്പനായിരിക്കാം. അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ട് ആയിരിക്കാം ചെയ്തത്. പക്ഷേ അതിലെ ആ നെഗറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും ആ കുഞ്ഞ് പേറി വെക്കുന്നത്. അവൻ അതിനുശേഷം സ്കൂളിൽ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അധ്യാപിക ചോദിക്കുന്ന ഒരു കാര്യത്തിന് കൃത്യമായി അവൻ കള്ളം പറയും. കാരണം ആ കള്ളം പറയുന്നത് നമ്മളിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ കുടുംബത്തിലെ വിവിധങ്ങളായ മുഖംമൂടികൾ ധരിക്കുന്നവരായ നമ്മൾ കുട്ടികളെ അവ പരോക്ഷമായി പഠിപ്പിക്കുകയാണ്. ആ വൈകല്യങ്ങളുടെയും ആ ശീല വൈകല്യങ്ങളിലേക്ക് നമ്മൾ നയിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെയോ ആ കുഞ്ഞിനെ നമ്മൾ ദൈവത്തിൻ്റെ പാതയിൽ നിന്ന് അകറ്റുന്നതിനുള്ള ആദ്യത്തെ പടി നമ്മൾ തന്നെ വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ പരസ്പരം സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നവരാകണം. ക്രൈസ്തവ കുടുംബങ്ങളിൽ തീർച്ചയായിട്ടും മറ്റുള്ള അന്യമതസ്ഥരെ അപേക്ഷിച്ച് കൂടുതൽ സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും വസിക്കുന്നതിനുള്ള ആ പാരമ്യതയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അടുപ്പിക്കുന്നതിന് നമുക്ക് കഴിയണം. സെൽഫ് റെസ്പെക്റ്റ് ആദ്യം കുഞ്ഞുങ്ങളിൽ നമ്മൾ കൊടുക്കണം. നമ്മൾ നമ്മളെ തന്നെ ആദ്യം റെസ്പെക്റ്റ് ചെയ്യണം. പിന്നീട് നമ്മുടെ പാർട്ട്നേഴ്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഈ റെസ്പെക്റ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ തന്നോടുകൂടി തൻ്റെ കൂടെ വരുന്ന ആളുകളെയും ബഹുമാനിക്കണം, അല്ലെങ്കിൽ മുതിർന്നവരെ ബഹുമാനിക്കണം എന്നുള്ളതായ ആ ഒരു തീം ആ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് അന്തർലീനം ചെയ്യപ്പെടുകയുള്ളൂ. തന്നോടുകൂടെ തന്നെ ബഹുമാനം ഉണ്ടാക്കുന്ന വഴി എങ്ങനെ എന്നുള്ളത് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ളതാണെന്ന് കുഞ്ഞിനെ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ സഹോദര സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. യേശുക്രിസ്തു അർത്ഥമാക്കുന്നതും അതുതന്നെയാണ്. നമ്മളോട് കൂടെ ഇരിക്കുന്നവൻ നമ്മുടെ സഹോദരനാണ്, സഹോദരന് തുല്യനാണ്. പ്രായമുള്ളവർ അമ്മയാണ്, അമ്മയ്ക്ക് തുല്യനാണ്. പിതാവാണ്, പിതാവിന് തുല്യരാണ് എന്നുള്ളതായ ആപ്തവാക്യം അല്ലെങ്കിൽ ആ ഒരു തീം നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പരസ്പര സഹനത്തിൻ്റെയും പാഠങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ഓറിയിട്ട് കൊടുക്കുവാൻ കഴിയുള്ളൂ. മൂന്നാമതായി സഭയുടെ ഒരു ദൗത്യം ഉണ്ട് ഇതിന് പിന്നിൽ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3 ഇന്ന് വായിച്ച ലാസ്റ്റ് വാക്യത്തിൽ, എൻ്റെ ദൈവത്തെ ചെയ്യുന്നതിന് ഇഷ്ടമായിട്ടിരിക്കുന്ന ആളുകൾ, സ്വന്തം സമീപത്തിരുന്നതായ ആളുകൾ, ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കേൾക്കുന്നതിന് വേണ്ടി സ്വന്തം സമീപത്തിരുന്നതായ ആളുകളെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ്
ദൈവം പറയുന്ന അല്ലെ യേശുക്രിസ്തു പറയുന്നത്, ഇവര് ഈ ഇരിക്കുന്നവരാണ് എൻ്റെ സഹോദരനും എൻ്റെ അമ്മയും. തീർച്ചയായിട്ടും ആ വിശ്വാസത്തോടു കൂടിയുള്ള ആ ഒരു ഇരിപ്പ് അല്ലെങ്കിൽ അവരുടേതായ പ്രതികരണം അവർ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാവണം അങ്ങനെ ഒരു വാക്ക് യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്നും ഉണ്ടായത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. തലമുറകളെ വിശ്വാസത്തിൽ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതിന് നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിശ്വാസം പേറുന്നവരായിരിക്കണം. ഗലാത്യർ 3:26 ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു എന്നെഴുതിയിരിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു എന്നെഴുതിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ആണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം നമ്മുടെ മനസ്സിൽ ഭരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരാണ് തീർച്ചയായിട്ടും നമ്മളെ അസസ് ചെയ്യുന്നത്. നമ്മൾ ഒരാളെയും കൊണ്ട് പറഞ്ഞ് ഞാൻ വിശ്വാസിയാണ് എന്ന് അവരെയും കൊണ്ട് പറയിപ്പിക്കാനൊക്കില്ല. മറിച്ച് നമ്മളുടെ ജീവിതത്തിലെ പ്രതികരണം കൊണ്ടും നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിലുള്ളതായ അവരോടുള്ള എല്ലാ വിധത്തിലുള്ളതായ ചിന്തകൾ കൊണ്ടും ആവണം അവർ നമ്മളെ വിശ്വാസി ആണ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇതിന് യഹൂദനെന്നോ യവനെന്നോ ഇല്ല, ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഇല്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല. ക്രിസ്തുവിലുള്ളവർ എല്ലാവർക്കും ഒരേപോലെയുള്ള രക്ഷയാണ് വിശ്വാസം വഴി കിട്ടുന്നത്. അബ്രഹാമിൻ്റെ സന്തതിയും അപ്രകാരം വാഗ്ദത്ത പ്രകാരമുള്ള അവകാശികളും ആവുന്നു നാം എന്ന് നമ്മുടെ ഇന്ന് പാഠവായന ക്രമത്തിൽ പാഠം വായിച്ചപ്പോൾ നമ്മൾ കേട്ടതാണ്. അന്നേരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ആയിരിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളതായ വലിയ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭവിക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ ഇപ്രാവശ്യത്തെ VBSൻ്റെ തീം തന്നെ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. സ്റ്റാൻഡ് ഫേം ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ VBSൻ്റെ തീം, മോട്ടോ. അന്നേരം ക്രിസ്തുവിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് അജഗണത്തിൻ്റെ ഭാഗമായി തീരുവാൻ കഴിയുള്ളൂ. ഒരു സഭയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അജഗണത്തെ നയിക്കുന്നത് നിയോഗിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അച്ഛന്മാരാണ്. തീർച്ചയായിട്ടും അവരിലും പൂർണ്ണമായിട്ട് വലിയ ഒരു കർത്തവ്യം അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ട് നമ്മളോട് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നിയോഗിക്കപ്പെട്ട ഒരു ശുശ്രൂഷയും പേറിയാണ് വരുന്നത്. അവരെ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു പദവിയിൽ കണ്ടുകൊണ്ട് അവരിൽ നിന്ന് കിട്ടുന്നതായ ആ മനോഹരമായ ചിന്തകളും അതുപോലുള്ള ആ ഉപദേശങ്ങളും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഒരു നിയോഗിക്കപ്പെട്ട ഒരു സമൂഹമാണ്. നമ്മുടേതായ കർത്തവ്യങ്ങൾ സ്വന്തമായി നിർവഹിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അച്ഛൻ്റെ ആ നിയോഗ ശുശ്രൂഷയുടെ ഭാഗമായി തീരുകയുള്ളൂ. കാരണം ഇത് ഒരാൾക്ക് മാത്രം ചെയ്യാവുന്ന ഒരു ശുശ്രൂഷയല്ല. തിരുമേനി ഇപ്പോഴ് അരമനയിൽ ഇരുന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൃത്യമായിട്ട് വായിക്കുന്നതിനുള്ള കാര്യങ്ങൾ തരുന്നുണ്ട്. എന്നാൽ ഇത് കൃത്യമായി നടപ്പാക്കിയെങ്കിൽ മാത്രമേ ഇത് നമ്മളിലേക്ക് എത്തുകയുള്ളൂ. നമ്മൾ ഓരോരുത്തരും വഴിയാണ് ഇതൊരു സമൂഹത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. അച്ഛൻ ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു കണ്ണിയാണെങ്കിൽ തന്നെ അദ്ദേഹം ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ അതിൻ്റെ സാക്ഷാത്കാരത്തിൽ എത്തണമെങ്കിൽ ഇവിടുത്തെ ഇത് കേൾക്കുന്നതായ ഓരോരുത്തരും അത് പൂർണ്ണമായി നിർവഹിച്ചെങ്കിൽ മാത്രമേ ഒക്കെയുള്ളൂ. നമ്മുടെ ഇതൊരു കൂട്ടുത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. പുരോഹിത ശുശ്രൂഷ മാത്രമല്ല ദൈവമായ ശുശ്രൂഷയിൽ വരുന്നത്. ബാക്കി നമ്മളെ ഇവിടെ ഈ ഇരുത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും വെളിയിൽ നടക്കുന്നതായ മറ്റു പല പല കാര്യങ്ങളുണ്ട്. വൈദ്യന്മാരുണ്ട്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. ഇവരുടെ എല്ലാ ശുശ്രൂഷകൾ കൃത്യമായി ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ ഇതെല്ലാം ഒരു ചെയിൻ പ്രോസസ്സാണ്. ഇതിൻ്റെ അകത്ത് ഉള്ള കണ്ണികൾ എല്ലാം കൃത്യമായി ഇഴമുറിയാതെ കൃത്യമായി പോയെങ്കിൽ മാത്രമേ സന്മാർഗികളായ ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാനൊക്കെ ഉള്ളൂ. അന്നേരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായാലും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലായാലും അല്ലെങ്കിൽ നമ്മുടെ ചർച്ച ആയാലും ഇതിനകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവരവർ നിർവഹിക്കേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിന് നമ്മളെ പ്രാപ്തരാക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ളതായ ഒരു അർജാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായ ഒരു അർജാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും അതിന് ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു വൈദികനായാലും ഒരു ഡോക്ടറായാലും ഒരു നമ്മുടെ അച്ഛനായാലും അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ
കൃത്യമായി ഫലപ്രാപ്തിയിലെത്തുന്നതിന് വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് ശ്രമിക്കണം. അങ്ങനെ ജീവശക്തിയിലൂടെ മാത്രമേ ഓരോരുത്തരുടെയും ചലനാത്മകത പൂർണ്ണമാകണമെങ്കിൽ ആ ജീവശക്തി കൃത്യമായി നിന്നെങ്കിൽ മാത്രമേ ഒക്കെയുള്ളൂ. ഇത് പറയാൻ കാര്യം, ഇപ്പോഴ് നമ്മൾ സമീപ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ഡോക്ടർമാരുടെ ചില പിഴവുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് ഒരാൾക്ക് മാത്രമായിട്ട് ആ പിഴവിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനൊക്കെയില്ല. അതിൽ നിന്നൊരു ഒരു അന്വേഷണം വരുന്ന സമയത്ത് ഒരാൾ മാത്രമായിരിക്കത്തില്ല അതിന് ഉത്തരവാദികൾ. ഒരു സെറ്റായിട്ടുള്ള ആൾക്കാർ, അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച എല്ലാവരും അതിൻ്റെ കൾപ്രിറ്റ്സ് ആവുകയാണ്. നിയമത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ അവരെല്ലാവരും സസ്പെൻഷന് വിധേയരാകും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൂട്ടുത്തരവാദിത്വമാണ്. ഒരു പിഴവ് സംഭവിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കുമാണ് അതിൻ്റെ ഉത്തരവാദികൾ. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നു. തീർച്ചയായിട്ടും അത് അച്ഛൻ്റെ ഒരു പ്രശ്നമായിട്ട് മാത്രം നമുക്ക് കരുതാൻ കഴിയില്ല. മറിച്ച് ഈ തലമുറയിൽ ഇപ്പോഴും നിൽക്കുന്നതായ നമ്മുടെ എല്ലാവരുടെയും ഒരു പിഴവ് കൊണ്ടാവും അങ്ങനെയുള്ളതായ ഒരു പ്രശ്നം ഉണ്ടായത്. അധ്യാപകരുടെ ഒരു പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു എന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് ഒരു പബ്ലിക് എക്സാമിനേഷൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കേണ്ടിയ ഒരു ദിവസം, അത് കൃത്യമായി ആ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, തൊട്ടടുത്ത ദിവസത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാറി പൊട്ടിച്ചു എന്നിരിക്കട്ടെ. അതിന് തെളിവുകൾ ഉണ്ടായാൽ ആ പൊട്ടിച്ച ഒരു അധ്യാപകൻ മാത്രമൊന്നുമല്ല അതിനകത്ത് വരുന്നത്. ആ ഓർഡർ അനുസരിച്ച് ആരെല്ലാമാണ് ആ കർത്തവ്യത്തിൽ ഭാഗവാക്കാവുന്നത് അവർക്കെല്ലാവർക്കും കൂടെയാണ് ആ പണിഷ്മെൻറ്റ് ലഭിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ചെയിൻ്റെ ഭാഗമാക്കിയുള്ളൂ, ഒരു കണ്ണിയുടെ ഭാഗമായി നിൽക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വിശ്വാസവും പ്രാർത്ഥനയും അതിന് സഹായകരമായ ഓരോ മാർഗങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് ചിന്തിച്ചതായ നമ്മുടെ കടമകളെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടി അയവിറക്കി ഒന്ന് ചിന്തിക്കണം. എന്നിട്ട് സമൂഹമായി നമ്മൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടണം എന്നാണ് നമ്മുടെ ക്രിസ്തുവിൻ്റെ നമ്മുടെ ഈ വാക്യം ഉദ്ധരിക്കുന്നത് കൊണ്ടുള്ള അർത്ഥം. അതുപോലെ തന്നെ സഭയായി, കുടുംബമായി നമ്മുടെ കടമകൾ വിവേകത്തോടുകൂടിയും അതുപോലെ തന്നെ കർത്തവ്യക്ഷമതയോടുകൂടിയും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടിരുന്നത്. അതുപോലെ ദൈവകൃപയിൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ള പുരുഷാരത്തെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾക്ക് ബലമുണ്ടായിരുന്നതുപോലെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കും നമ്മുടെ പ്രതികരണങ്ങൾക്കും അതിനുള്ള ബലം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വിശ്വാസത്തിൽ ഉറച്ച വിശ്വാസികളുടെ കൂട്ടത്തിൻ്റെ അംഗങ്ങളായി നമുക്ക് തീരുന്നതിന് നമുക്ക് ബലത്തോടു കൂടി പ്രാർത്ഥനയിൽ ഉണരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ളതായ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കൈത്താങ്ങൽ ലഭിക്കുന്നതിന് നമുക്ക് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് വ്യാപൃതരായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.